ആധ്യാത്മിക റിഫായി സരണിയുടെ സ്ഥാപക ഗുരുവായ ഷെയ്ഖ് അവറുകൾ തികഞ്ഞ പണ്ഡിതനും പ്രബോധകനും പ്രഭാഷകനും അതുപോലെ ഗ്രന്ഥരചയിതാവുമായിരുന്നു. തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ്, തർക്കശാസ്ത്രം, തത്വശാസ്ത്രം, സാഹിത്യം തുടങ്ങിയ വിജ്ഞാനങ്ങളിൽ എല്ലാം അവിടുത്തെ തൂലിക ചലിച്ചിട്ടുണ്ട്. ഷെയ്ഖ് സയ്യിദ് സമ്രാഴി രേഖപ്പെടുത്തുന്നു, ഭൗതികേതര വിജ്ഞാനങ്ങളിൽ തന്റെ കാലഘട്ടത്തിലെ ജ്യോതിസായിരുന്നു. ഷെയ്ഖ് കിതാബ് രചന രംഗത്ത് തന്റെ വൈഭവം തെളിയിച്ചു. ഖുർആൻ വ്യാഖ്യാനം, ഹദീസ്, കർമ്മശാസ്ത്രം, വിശ്വാസശാസ്ത്രം, ആത്മജ്ഞാനം, തത്വശാസ്ത്രം തുടങ്ങിയ എണ്ണമറ്റ വിജ്ഞാനശാഖകളിൽ മഹാനവറുകൾ രചന നടത്തി. അവകൾ ശിഷ്യന്മാർ പഠിച്ചും പകർത്തിയും ഉപയോഗപ്പെടുത്തി. ഇന്ന് അത് പലതും ലഭിക്കാതെ പോയി. താർത്താരികൾ ഇസ്ലാമിക നാഗരികത കയ്യേറി സർവസംഹാരം അഴിച്ചുവിട്ടപ്പോൾ ഇതെല്ലാം കത്തിച്ചു ചാരമാക്കി. താർത്താരികളുടെ ആക്രമണങ്ങൾക്ക് ശേഷവും നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ശൈഖ് അവറുകളുടെ ചില ഗ്രന്ഥങ്ങൾ അവശേഷിച്ചു. ഈ ഗ്രന്ഥങ്ങളിൽ മിക്കതും നശിപ്പിക്കുകയോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗ്രന്ഥാലയങ്ങളിൽ സ്ഥാനം പിടിക്കുകയോ ചെയ്തിട്ടുണ്ട്. തദ്കിറ ഹസ്രത്ത് റിഫാഴി, പേജ് 14. ഷെയ്ഖ് ഫഖീറുല്ലാഹി റിഫാഴി പറയുന്നു, തന്റെ രചനകളിലൂടെ സമുദായത്തിന് വളരെയധികം ഗുണം ചെയ്തു. മഹാനവറുകൾ ജ്ഞാനപ്രചാരകനായിരുന്നു. ചെറുതും വലുതുമായി 662ഓളം ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ രചിച്ചു. അവയിൽ അധികവും ലഭ്യമല്ല. റുമൂസുൽ ഫഖറ. ഷെയ്ഖ് നല്ലൊരു അറബി കവിയായിരുന്നു. അൽ ബിദായത്ത് വന്നിഹായിൽ ഇബ്നു കസീർ ഷെയ്ഖിന്റെ ചില കവിതകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ജീലാനിയും ഷെയ്ഖ് റിഫാഴിയും 50 വർഷത്തോളം സമകാലികരാണ്. റിഫാഴി ഷെയ്ഖ് ഉമ്മു അബീദ കേന്ദ്രമാക്കിയും ഔസുൽ ആലം ബഗ്ദാദ് കേന്ദ്രമാക്കിയുമാണ് പ്രവർത്തിച്ചിരുന്നത്. ഇവർ രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. ബഗ്ദാദിൽ വെച്ച് ജീലാനി തങ്ങൾ എല്ലാ ഒലികളും തന്റെ പാദത്തിന് കീഴെ എന്ന് പ്രസ്താവിച്ചപ്പോൾ ദർസ് നടത്തിക്കൊണ്ടിരുന്ന ഷെയ്ഖ് റിഫാഴി ക്ലാസിൽ എഴുന്നേറ്റ് നിന്ന് ഈ ചെറിയ അഹ്മദ് അവരിൽപ്പെട്ടവരാണെന്ന് വിനയപൂർവ്വം പറഞ്ഞത് ഗ്രന്ഥങ്ങളിൽ കാണാം. ജാമിഉ കറാമാത്തുൽ ഔലിയ 1/429. ഹുജ്റത്ത് ഷരീഫിൽ മുത്തുനബിയുടെ കൈചുംബിച്ച അത്ഭുത സംഭവത്തിന് ഷെയ്ഖ് ജീലാനി ദൃക്സാക്ഷിയായിരുന്നു എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ഖിലാദത്തുൽ ജവാഹിർ. അല്ലാഹുവേ, മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആവശ്യങ്ങളെല്ലാം നിറവേറ്റി രോഗങ്ങൾ ശിഫയാക്കി ഇൽമും ഈമാനും ഹിദായത്തും നൽകി ഹുസ്നുൽ ഖാത്തിമത്ത് കൊണ്ട് അനുഗ്രഹിച്ചു. ഷെയ്ഖിന്റെ യഥാർത്ഥ മുരീദന്മാരിൽ ഉൾപ്പെടുത്തി സ്വർഗാവകാശികൾ ആക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.